കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. സ്തോത്രം ദൈവമേ, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ്തമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അഭിഷേകമായ സാന്നിധ്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കൃപാസന മദ്ധാരിൽ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നിന്റെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അഭിഷേകമാവുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസിലോടെ ഇരിക്കുക. പ്രിയമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിലെ അനുഗ്രഹ മുഹൂർത്തം തന്നെയാണ് എപ്പോഴും കൃപാസന അൾത്താരയിൽ ക്രമീകരിക്കപ്പെടുന്നത്. അതായത് കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു എന്ന സുവിശേഷം പറയുമ്പോൾ വളരെ എംപാറ്റിക്കായിട്ടാണ് പറയണത്. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നുവെന്ന്. 2004 ഡിസംബർ 7 ഞാനിതുപോലെ ചൊവ്വാഴ്ച പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് ആരാധന ആരംഭിക്കുന്ന സമയത്താണ്
പരിശുദ്ധ അമ്മ ഞാൻ ഈ കൈ കാണിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കുകയും സമയഘടികാരമായി നെഞ്ചു ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സിൽവർ ഗ്രേയിൽ ഉടുത്ത് ഒരുങ്ങി നിന്ന ഒരമ്മയാണ് കണ്ടത്. ഞാനത് പറയാൻ കാരണം കാനായിൽ എന്താ സംഭവിച്ചത്? അതാണ് അന്ന് കൃപാസനത്തിൽ സംഭവിച്ചത്. അമ്മയും അമ്മയുടെ സാന്നിധ്യവും യേശുവിൻ്റെ സാന്നിധ്യവും. ഈ അമ്മയെ യേശുവിൻ്റെയും ഈ അൾത്താര സാന്നിധ്യം തന്നെയാണ് കാനായിലെ കല്യാണവേദിയിലും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പം നമുക്കറിയാം യേശുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വസ്തു ഓഹരിച്ചു തരാൻ എന്നെ ആരാണ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായി നിയമിച്ചതെന്ന്. അത് ദൈവികമായൊരു നിലപാടാണ്. നിങ്ങളുടെ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, പ്രഭു എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മുതിർന്ന കാർന്നവനോട് പറയണം എൻ്റെ വസ്തു ഓഹരിച്ച് എൻ്റെ അവകാശം തരാൻ. ഇപ്പം കർത്താവ് എടുത്ത ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായിട്ട് ആരാണ് എന്നെ നിയമിച്ചതെന്ന്. ഇപ്പോൾ കുടുംബകാര്യങ്ങളുടെ കാര്യസ്ഥനാക്കുക, യേശുവിനെ കാര്യസ്ഥനാക്കാൻ നോക്കുന്നത് ദൈവികമായ നിലപാടിൻ്റെ ഭാഗമല്ല. നമ്മുടെ ജീവിത അവസ്ഥകൾ യേശു എന്തിനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? യേശു ഉദ്ദേശിക്കപ്പെടുന്നത് നിത്യരക്ഷയ്ക്കാണ്. നിത്യരക്ഷ എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെ പിശാച് വളരെ തന്ത്രപരമായിട്ട് യേശുവിനെ നകറ്റിക്കളയാൻ വേണ്ടിയാണ് യേശുവിനെ കഞ്ഞി, കപ്പ, വിവാഹം, വസ്തു, അതുപോലെ തന്നെ കല്യാണം, കുഞ്ഞുങ്ങളുണ്ടാകണത്, ഇങ്ങനെയുള്ള ജീവിതത്തിൽ അനുദിന ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് യേശുവിനെ ആളാക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു കണ്ണുകെട്ടൽ പരിപാടിയാണ്. എന്താണ്? യേശു ക്രൂശിക്കപ്പെട്ട സാഹചര്യം, യേശു ഉയർത്തെഴുന്നേറ്റ സാഹചര്യം, പിതാവ് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയ എന്താണ്? മനുഷ്യൻ്റെ ആത്മരക്ഷയാണ്. ഈ ആത്മരക്ഷയിൽ നിന്ന് നിത്യരക്ഷയിൽ നിന്ന് യേശുവിനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാനാണ് എപ്പോഴും പിശാച് നോക്കുന്നത്. ഷിഫ്റ്റിങ്ങിൻ്റെ മെയിൻ ആളാണ് പിശാച്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഓർക്കുക, പിശാച് രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞുവെന്ന്. കർത്താവിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. പാപത്തിന് പരിഹാരം ചെയ്തത് കൊണ്ട് ദൈവം മഹത്വപ്പെട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കാനാണ്. അതുകൊണ്ടാണ് ഈശോ ആ വസ്തു എൻ്റെ കാർന്നവരോട് പറയണം, കുടുംബത്തിലുണ്ട് എൻ്റെ അവകാശം തരണമെന്ന് പറയുമ്പോൾ ഈശോ പറയും, ആരാണ് എന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിശ്ചയിച്ചതെന്ന്. ആ ഒരു ദൈവ മനസ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി ദൈവം ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് കാനായിലൊരു വിവാഹാഘോഷം നടന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവേ ഹല്ലേലൂയ, യേശു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദേവമാതാവേ, കാനായിലെ മഹാത്ഭുതത്തിലൂടെ ലോകജനതയ്ക്ക് മുഴുവൻ നിത്യരക്ഷയുടെ കവാടം തുറന്നുകൊടുത്ത വാഗ്ദാന പേടകമായ പരിശുദ്ധയമ്മേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധയമ്മേ, അങ്ങയുടെ മാതൃശക്തിയാൽ ആശ്രയിച്ചുടപ്പെടുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധന. കരങ്ങൾ തുറന്നു പിടിച്ച് ഏറ്റുപാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ.
സ്വത്തിൻ്റെ കാര്യമാണ്, സമ്പത്തിൻ്റെ കാര്യമാണ്, ആസ്തിയുടെ കാര്യമാണ്. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അതുതന്നെയാണ് യേശു കാനാരിൽ ചോദിക്കുന്നത്, എനിക്കും നിനക്കും എന്ത്? ഇതിനൊന്നുമല്ല യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. കാരണം യേശു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ ഒരു കാലമായിരുന്നു. ആ പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാലാണ് പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായിട്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ വാഗ്ദാന നാട് പ്രാപിച്ചത്. ആ പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടായിരുന്നു തേൻ്റെ രുചിയുള്ള മന്നയും പാറയിൽ നിന്നുള്ള ജലവും അനുദിന ആഹാരത്തിനും പാനീയത്തിനും ദൈവം നൽകിയത്. അപ്പോൾ അനുദിന ആഹാരത്തിന് ദൈവത്തിൻ്റെ യഹോവയുടെ സാന്നിധ്യത്തിൽ ദൈവപരിപാലനയുടെ സംവിധാനം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് യേശു മനുഷ്യാവതാരം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ന തരുവാനും വെള്ളം തരുവാനും ഒന്നുമല്ല. യേശുക്രിസ്തുവിനെ നീ അവൻ്റെ നിത്യരക്ഷയ്ക്ക്, നമ്മുടെ നിത്യരക്ഷയ്ക്ക് നിദാനമായ സിംഗിൾ നെയിം, ഒരേ ഒരു നാമമായിട്ട് കണ്ടെത്തുമ്പോഴാണ് പുതിയ നിയമത്തിലെ ദൈവത്തെ നീ കണ്ടെത്തുന്നത്. കൈയടിച്ച് യേശു കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കൈകൾ നീട്ടി ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിലുള്ള എൻ്റെ മക്കൾ സത്യം ശ്രദ്ധിക്കുക, സന്തോഷമായിരിക്കുക. ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നു. പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും ഉണരുക, മനസ്സുകൊണ്ട് ഉണരുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. തലവായ രോഗികളും വാതരോഗികളും കിഡ്നി രോഗികളും ഒക്കെ രോഗാവസ്ഥകളുള്ള സ്ഥലങ്ങളെല്ലാം യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥയിൽ കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കണ്ണിൽ കൈവെക്കുക. തല പൊട്ടുന്ന പോലെ വേദനയുള്ളവർ തലയിൽ കൈവെക്കുക. ഉദരത്തിന് വിങ്ങലുള്ളവർ, ദഹനക്കുറവുള്ളവർ, വയറ് പെരുക്കുന്നവർ കൈവെക്കുക. പിശിസ്റ്റുള്ളവർ, അതുപോലെ മക്കളില്ലാത്തവർ അടിവയറ്റി കൈവെക്കുക. കരൾ രോഗികൾ കരളിൻ്റെ അവിടെ കൈവെക്കുക. അത് ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കുക. തൈറോയിഡ് ടോൺസിൽ രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. ഒന്നും അസാധ്യമില്ലാത്തവനെ ഈശോയെ എല്ലാം സാധ്യമായവനെ ഈശോയെ നിനക്ക് സ്തോത്രവും കർത്താവേ, നിനക്ക് സ്തുതിയും കർത്താവേ, നിനക്ക് ബഹുമാനവും കർത്താവേ അർപ്പിക്കുന്ന കർത്താവേ. നിന്റെ തിരുമുറിവാർന്ന വലതുകരം കർത്താവേ മക്കളുടെ ശിരസിൽ വെക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ നിന്റെ തിരുമുറിവാർന്ന കർത്താവേ വലതുകരം കർത്താവേ അങ്ങനെ മക്കളുടെ ശിരസ് കർത്താവേ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എവിടെയെല്ലാം രോഗികൾ ഇപ്പോഴ് രോഗാവസ്ഥയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ അങ്ങനെ ആണിപ്പെടുത്താതെ വലതുകരം കർത്താവേ ഓരോ കോശങ്ങളിലെ ഓരോ കശേരുകളിൽ കർത്താവേ, ഓരോ അസ്ഥികൾ കർത്താവേ, ഓരോ ശോഷിച്ച വിങ്ങിയ അടഞ്ഞുപോയ ഞരമ്പുകള് യേശുവിന്റെ നാമത്തില് തുറന്ന് പ്രവർത്തിക്കട്ടെ. കരങ്ങൾ ഉയർത്തി തുതിക്കട്ടെ. കർത്താവേ നമുക്ക് സൗഖ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്ക് നന്ദി പറയുന്നു. കരങ്ങൾ അടിച്ചുകൊണ്ട് കൈകൾ അടിച്ചുകൊണ്ട്
35 വർഷമായിട്ട് ഗർഭാശയത്തിൻ്റെ ആന്തരിക നാളി ചെറിയൊരു കുഴലാണ്, അതടഞ്ഞു പോയ ഒരു അവസ്ഥയിൽ 35 വർഷമായിട്ട് തുള്ളി കുത്തി ഒരു കുഴലിറക്കിയാൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഡോക്ടർ കുഴലും കൊടുത്ത് വിട്ടിരിക്കുക. ആ രോഗി ഉടമ്പടി ചെയ്ത് കഴിച്ചപ്പോഴേ ഈ ദിവസത്തെ ഫേസ്ബുക്ക് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അവരാ ആന്തരിക നാളി തുറന്നു വന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് സമയഘടികാരം നെഞ്ചിലേറ്റി ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെട്ട കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഇവിടുത്തെ അടയാളങ്ങളെല്ലാം. ആ പ്രത്യക്ഷീകരണം കൊണ്ടാൻ്റെ സ്ഥിരീകരണത്തിനാണ് ഈ അത്ഭുത സാക്ഷ്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവെക്കാം. എവിടെയെങ്കിലും ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവർ ആ ഞരമ്പിൽ കൈവെക്കാം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. ഓരോരോ രോഗികൾ കർത്താവേ, ഓരോരോ രോഗികള് ഞരമ്പ് വിങ്ങിപ്പോയവര്, ചുങ്ങിപ്പോയവര്, കിഡ്നികള് ചുങ്ങിപ്പോയവര് കർത്താവേ, ഹൃദയം ചുങ്ങിപ്പോയവര് കർത്താവേ, കരള് എല്ലാം ചെയ്തു വരുന്നത് കർത്താവേ, കർത്താവേ ഹൃദയത്തിന്റെ വാൽവുകള് ചുങ്ങിപ്പോയവരെ യേശു ക്രിസ്തുവിന്റെ രക്തം ഇറങ്ങട്ടെ. യേശുവിന്റെ ശക്തിയാൽ ഏറ്റവും വലിയ കീമോയായ കർത്താവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികൾ കയറി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കരൾ സംബന്ധമായ രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് സുഖപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ മുഖത്തൊക്കെ പാണ്ട് പിടിച്ചിട്ടു, പിന്നെ തൊലി ചിലയിടത്ത് ഇങ്ങനെ കട്ടിയായിട്ട് വരും, അത് കറുത്ത് വരും. തൊലി ഇങ്ങനെ നമ്മളെ എന്തെങ്കിലും ഇവിടെ ഉരഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പാടിട്ട് ബാക്കി തൊലി ചെറുങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ തന്നെ തൊലി കട്ടിയായിട്ട് ചിലയിടത്ത് വരും. ചിലയിടത്ത് തൊലി ഇങ്ങനെ റോസപ്പൂവിൻ്റെ കളർ പോലെ, പനിനീർപ്പൂവിൻ്റെ കളർ പോലെ ഇരിക്കും. വിസർപ്പ രോഗമാണ്, ത്വക്ക് രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇടത് കാലിൻ്റെ മടന്ത് എനിക്കറിയത്തില്ല, അതായത് നമ്മുടെ കാലിൻ്റെ ബാക്ക് വശമില്ലേ, അവിടെ ഇങ്ങനെ എന്തോ ഇങ്ങനെ അകത്തുനിന്ന് കമ്പി കൊണ്ട് പുറത്തോട്ട് കുത്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ബലമുള്ള ഒരു പാടാണ്. അകത്തിന് കമ്പി ഇരിക്കുന്ന കേസാണെന്നും അറിയത്തില്ല, പക്ഷേ അതിന് തൊടുമ്പ വേദനയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്ര ദൈവമേ, സൗഖ്യത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒരു പാദം കാണിക്കുന്നുണ്ട്. പാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോയ പാദമാണ്, ഇടത് പാദമാണെന്ന് തോന്നുന്നത്. അതായത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മുഴുവൻ ഊറിപ്പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് വെള്ളം ഊറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണങ്ങി കൊട്ടടിച്ചിരിക്കും. അതുപോലെ മാംസളമല്ലാത്ത ഉണങ്ങി കൊട്ടടിച്ചിരിക്കുന്ന പാദം, രക്തോട്ടം ഇല്ലാത്ത പാദം. അപ്പോൾ രക്തോട്ടം കുറഞ്ഞിട്ട് സ്വാധീനം നഷ്ടപ്പെട്ട പാദം, ആ പാദത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 7 എന്നൊരു അക്കവിശ കാണിക്കുന്നുണ്ട്. ആ ഡേറ്റിനോട് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന കല്യാണമാകാം, വിവാഹമാകാം, ഓപ്പറേഷനാകാം, എന്ത് ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റ് ആകാം, അപ്പോയിൻമെൻ്റ് ആകാം, എന്ത് വിഷയം 7 സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. 7നോട് ബന്ധപ്പെട്ട ആൾക്കാർ അത് ആ നമ്പറിൽ, ആ ഡേറ്റിൽ കർത്താവ്, ആ മണിക്കൂറിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിച്ചാൽ അത് ഉടമ്പടി അനുഗ്രഹമാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് നേരത്തെ സൂചന നൽകുന്നത്. ശ്രുതികട ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലത് കണ്ണിൻ്റെ താഴെ ഒരു വിരൽ 1.5 വിരൽ താഴെ ഇങ്ങനെ ഒരു വയലറ്റ് നിറത്തിൽ ഇങ്ങനെ തിണർത്ത് കിടക്കുകയാണ്. വയലറ്റ് നിറത്തിൽ ഒരു തൊലി പോകുന്നതിൻ്റെ വേദന ഉണ്ടാകും. പക്ഷെ അതല്ല, അത് ആ പഴുപ്പ് കുറേ കാലം കഴിയുമ്പോൾ കണ്ണിലോട്ട് കയറുമെന്ന് ഡോക്ടർ കണ്ടാൽ പറയും. ആ വ്യക്തിയെ കണ്ണും അതിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷനും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, ജോലി ഒത്തുവരാത്തവരെ, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, സാമ്പത്തിക ബാധ്യതപ്പെട്ടിരിക്കുന്നവരെ, കുടുംബം അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, തമ്മിൽ പിരിഞ്ഞു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, തെറ്റായ ബന്ധത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന മക്കള്, ഭ്രാന്തുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോഴേ പിൻകഴുത്തിൽ ഈ നമ്മൾ കാണുന്ന അവസാനത്തെ കശേരികളിൽ എപ്പോഴും വേദനയും അവിടുത്തെ എല്ലും മുഴച്ചു വരികയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവ് ജോലി ഇല്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ മാറ്റിവെക്കപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ ടെസ്റ്റ് ഇന്റർവ്യൂവിനൊക്കെ കർത്താവ് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. IELTS OET മുതലായ കാര്യങ്ങളെ കർത്താവ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു. വസ്തുവില്ലാത്തവരെ, വസ്തു നഷ്ടപ്പെട്ടവരെ, വസ്തു ലഭ്യമാകാൻ പോകുന്നവരെ, വസ്തു ലേലത്ത് വെച്ചവരെ കർത്താവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബാങ്ക് നടപടിയിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളാൽ നിരങ്ങുന്നവരെ, മറ്റുള്ളവർ ഭീഷണിക്ക് സങ്കടപ്പെടുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ജയിലിൽ കിടക്കുന്നവരെ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനിയൊരു നിയമം ഉണ്ടായാൽ, ഇനിയൊരു തീരുമാനം ഉണ്ടായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് കർത്താവ് ശിക്ഷയെ ഭയക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാതാവ് അവരെ സ്പർശിക്കട്ടെ, മാതാവ് അവരെ സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ വഴിയില്ലാത്തവരെ, വെള്ളമില്ലാത്തവരെ, കർത്താവ് ഭാഗ ഉടമ്പടി നടക്കാത്തവരെ, കുടുംബത്തെ സമാധാനമില്ലാത്തവരെ, മദ്യപാന ആസക്തിയുള്ളവരെ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അകപ്പെട്ടവരുടെ കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ട പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെയും ഓരോ വിഷയങ്ങൾ, ഓരോ മക്കൾ ചെയ്തിട്ടുള്ള ഓരോ ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾ ഈശോ അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ദൈവികമായ സാന്നിധ്യം കുടികൊള്ളുന്ന ആൾത്താറയിൽ അമ്മയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. വാഹനമില്ലാത്തവരെ, വാഹനം ഓടിച്ച് അപകടത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ, ഇൻഷുറൻസ് കിട്ടാത്തവരെ എല്ലാവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, യാത്രക്ക് പോകാൻ രേഖകളില്ലാത്തവരെ, യാത്ര മുടങ്ങുന്നവരെ, വിസ തടഞ്ഞവരെ, പാസ്പോർട്ട് കിട്ടാത്തവരെ, അങ്ങനെ എല്ലാ തരത്തിലും അക്കൗണ്ടിങ് ആയിട്ടുള്ള എല്ലാവരെയും കർത്താവെ, അവിടെ തങ്ങിപ്പോകുന്നവരെയും അവരെ കർത്താവ് തടങ്കലിലായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശരീരമാസകലം ഓരോരോ രോഗങ്ങളുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി, യേശുവിന്റെ രക്തം, യേശുവിന്റെ കൃപ ഈ നിമിഷം മക്കളിലേക്ക് നിറയട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ഉടമ്പടി എടുത്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. എല്ലാ സങ്കടങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സകലങ്ങളും കർത്താവ് സന്തോഷത്തിന്റെ സാക്ഷ്യമായി മാറ്റട്ടെ. ശ്രുതികളുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവ് നൽകിയ കൃപകൾക്ക് അഭിഷേകം നന്ദി പറയുക. ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ആശീർവദിച്ച
കർത്താവ് നന്ദി പറയുക. തത്സമയ നിയോഗങ്ങളുടെ ഒരു ദൈവത്തിന് നന്ദി പറയുക. അഭിഷേകമായി പടരണമേ കൃപയായി ജീവിക്കണേ കൃപയായി ജീവിക്കണേ. എല്ലാവരും കരങ്ങൾ വീശി കരങ്ങൾ വീശി ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകമാവുകയാണ്. ചേർന്ന് പാടാം. എല്ലാവരും മുട്ടന്തിക്കുക. സമാപന ആശീർവാദം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർക്കണം. ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അവരുടെ നിയോഗങ്ങൾ മുഴുവനും ഓർത്ത് ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെ ഈശോ ആശീർവദിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റുള്ള മക്കള്, ഗൂഗിൾ മീറ്റിൽ യൂക്രിസ്മസിൽ പങ്കെടുത്തിട്ടുള്ളവര്, കൃപാസനത്തിന് അനുദിനം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവര്, തത്സമയം നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, രോഗാവസ്ഥയിലെ കുടുംബങ്ങളിൽ കഴിയുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര് ഈശോ ആശീർവദിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെ നിയോഗങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചവരുടെയും തത്സമ നിയോഗങ്ങൾ സമർപ്പിച്ചവരെ ആശീർവദിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്